ഏത് രൂപത്തിലുള്ള ആളുകളായിരുന്നാലും ശരി, അവരുടെ മതം നോക്കി അവരുടെ കൊള്ളരുതായ്മകളെയും തെണ്ടിത്തരങ്ങളെയും പിന്തുണയ്ക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അത് ശുദ്ധാസംബദ്ധമാണ്, തെമ്മാടിത്തരമാണെന്നേ ഞാൻ പറയും. കാരണം ഹമാസ് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി 1400 പേരെ കൊന്നൊടുക്കിയ ആ ഒരു ഭീകര മുഖം ഒക്ടോബർ 7 ലോകം കണ്ടതാണ്. അവരെ കുറ്റപ്പെടുത്താതെ അതിന്റെ തിരിച്ചടി എന്ന വണ്ണം യുദ്ധം ആരംഭിച്ച, പ്രതിക്രിയകൾ ആരംഭിച്ച നെതന്യാഹുവിനെ തെറിവിളിക്കുന്നത് അയാൾ ഒരു ജൂതനായതുകൊണ്ട് മാത്രമാണ്. പഹൽഗാമിൽ ഇങ്ങോട്ടടിച്ചപ്പോഴല്ലേ ഓപ്പറേഷൻ സിന്ദൂർ അങ്ങോട്ടടിച്ചത്? ഗോദ്ര ഉണ്ടായതുകൊണ്ടല്ലേ ഗുജറാത്ത് കലാപം ഉണ്ടായത് അല്ലേ? അപ്പൊ ഇതിനെല്ലാത്തിനും കാരണക്കാരായ ആളുകളെ ഒരു സേഫ് സോണിൽ നിർത്തിയിട്ട് ഈ ഇസ്ലാം മതവിശ്വാസികൾ ഇങ്ങനെ പറഞ്ഞ് പൊലിപ്പിക്കുന്നുണ്ടല്ലോ, ഇസ്ലാമിൽ ഒരിക്കലും ഫോബിക്കില്ല. ഇസ്ലാം ആകെ മൊത്തം ടോട്ടൽ ഫിയർ ആണ്. ഇവിടെയുള്ളവർക്കാണെങ്കിലും അതല്ല, ഇറാന്റെ ഭരണകൂടത്തിനാണെങ്കിലും ശരി, ഇവരെ പിന്തുണയ്ക്കുന്നതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, മുസ്ലിം ആയതുകൊണ്ട് ഞങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഇതൊക്കെ കാണുന്നു, ഇതൊക്കെ അറിയുന്നു, ഇതൊക്കെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇവർ ഇസ്ലാമോഫോബിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു ഇത് ഇസ്ലാം ഫോബിക് അല്ല, ലോകത്തെ ബാധിച്ച ക്യാൻസർ ആണിത്. ലോക മനുഷ്യന്മാരുടെ സമാധാനത്തിനെതിരെ പ്രയോഗിക്കുന്ന ഇസ്ലാം എന്ന വൈറസിനെ നമ്മൾ തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. എവിടെയൊക്കെ ഇവർ വലിഞ്ഞു കയറിയിട്ടുണ്ടോ അവിടത്തെ എല്ലാം സമാധാനം കളയുന്ന രൂപത്തിലേക്ക് ഇവർ മതമാമൂലുകളുമായിട്ടാണ് ആ സമൂഹത്തിലേക്ക് ചെന്ന് കയറുന്നത്. എവിടെയാണ് ഇവിടെ പ്രശ്നമില്ലാത്തത്? ഈ നമ്മുടെ ഭാരതത്തില് നമ്മൾ എത്രയോ സന്തോഷത്തോടു കൂടിയാ ജീവിച്ചു പോകുന്നത്. എന്നാലും ഹിന്ദുക്കൾ പ്രശ്നമാണ്, അമ്പലം പ്രശ്നമാണ്, ചർച്ച് പ്രശ്നമാണ്, അവിടെ നിന്ന് കേൾക്കുന്ന പാട്ട് പ്രശ്നമാണ്, മണിയടി പ്രശ്നമാണ്, ബഹുദൈവ ആരാധകർ പ്രശ്നമാണ്. ലോകത്തുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും മുഴുവൻ ഹിന്ദുക്കളും ഇവരുടെ ശത്രുക്കളാണ്. ഭാരതത്തിലെ ഹിന്ദുക്കളുമായിട്ട് പ്രശ്നം, യസീദികളുമായിട്ട് പ്രശ്നം, ചൈനക്കാരുമായിട്ട് പ്രശ്നം, യഹൂദരുമായിട്ട് പ്രശ്നം, ബുദ്ധന്മാര് മ്യാൻമാറിൽ എവിടെയൊക്കെയാണ് ഇവര് പ്രശ്നങ്ങളില്ലാത്തത്? ഇനിയും ഇവര് മാത്രമുള്ളിടത്ത്, ഇറാനിൽ ഇവര് മാത്രമേ ഉള്ളല്ലോ, പരസ്പരം പ്രശ്നം. പാകിസ്ഥാനും അഫ്ഗാനും തമ്മിൽ പ്രശ്നം. ഇറാൻ എന്തിനാ ഗൾഫ് രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കുന്നത്? RSSകാരാ, അവരൊക്കെ BJPക്കാരാ. റമളാൻ ഇവര് പറയുന്നത് പുണ്യത്തിന്റെ പൂക്കാലമായിട്ടുള്ള, കാരുണ്യത്തിന്റെ, സഹനത്തിന്റെ മാസമാണെന്നാ പറയുന്നത്. ഷിയാക്കളുടെ പള്ളിയില് സുന്നികള് പൊട്ടിത്തെറിക്കും, സുന്നികളുടെ പള്ളിയില് ഷിയാക്കള് എന്തുവാടെ ഇതൊക്കെ? റമളാനിലെ ചില വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകളുണ്ട് ലോകത്ത്. ചാവേറുകളായി ഇരുമ്പ് നിക്കറിവര് തയ്ച്ചു വെക്കും റമളാനിലിടാൻ, നോമ്പ് പിടിച്ചിട്ട് പൊട്ടിത്തെറിക്കാൻ. എന്നാ ഹൂറികൾ കൊടുക്കുന്ന ഈത്തപ്പഴവുമായിട്ട് നോമ്പ് മുറിക്കാമല്ലോ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് കള്ളിന്റെ പുഴയിലേക്ക് ഇറങ്ങിയാൽ മതിയല്ലോ, നീന്തി തുടിച്ച് നോമ്പ് മുറിക്കാമല്ലോ. ലോകം മുഴുവനും രക്തക്കളമാക്കി മാറ്റുവാണ് ഇവര്. ഈ പുണ്യമാസത്തിൽ തന്നെയല്ലേ പാകിസ്ഥാന്റെ ഒരൊറ്റ ബോംബിങ് അഫ്ഗാനിസ്ഥാനിലെ ഒരു ആശുപത്രിയില, ഒരു ഡി അഡിക്ഷൻ സെന്ററിലാണ് പതിച്ചത്. 400-ലേറെ മനുഷ്യന്മാരാണ് നിരപരാധികൾ, നിസ്സഹായരായിട്ടുള്ള, നിരായുധരായിട്ടുള്ള പാവപ്പെട്ട രോഗികളും കൂട്ടിരിപ്പുകാരും അവരുടെ മക്കളുമൊക്കെ അടങ്ങുന്ന 400 പേര് മരിച്ചു. ഇവിടെ ആരെങ്കിലും അത് വാർത്തയാക്കിയോ? ഇവിടെ ആരെങ്കിലും അതിനെ അപലപിച്ച് രംഗത്ത് വന്നോ? ഇല്ല. അഫ്ഗാനിസ്ഥാനിലാണ് സംഭവിച്ചത്, ചെയ്തത് പാകിസ്ഥാനാണ്. പ്രത്യേകിച്ച് അവിടെ ആർക്കെങ്കിലും വേണ്ടി കരയാൻ പറ്റുമോ? ആ മരിച്ചവരിൽ ഡോക്ടർമാരില്ലേ നാളത്തെ, എഞ്ചിനീയർമാരില്ലേ നാളത്തെ, പ്രൊഫസർമാരില്ലേ നാളത്തെ, സയന്റിസ്റ്റുകളില്ലേ നാളത്തെ? അല്ല, ചില ചേച്ചിമാരൊക്കെ പലസ്തീനിൽ മരണപ്പെട്ട കുട്ടികളുടെ പേരൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്കുന്ന കേട്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇതൊക്കെ കാണുമ്പോഴാണ് ലോകത്തിന് ഇവരെ സംബന്ധിച്ചു ഭയമല്ലാതെ മറ്റെന്താ ഉള്ളത്? ഇവരെ ഭയക്കണ്ടേ? ഇത് ഫോബിക്കാണോ? ഇത് ഫിയർ ആണോ? നമ്മൾ സ്വയം അത് മനസ്സിലാക്കാൻ തയ്യാറാകണം. പഹൽഗാമില് 29 ആളുകളെ മതം ചോദിച്ച് ലിംഗാഗ്ര ചർമ്മം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി
ഷൂട്ട് ചെയ്തത് ഫോബിക്കാണോ? 6-ാം നൂറ്റാണ്ടില് അന്ന് ആ കാലഘട്ടത്തിനനുസരിച്ച് അവിടത്തെ സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് ഒരു ഗോത്ര നേതാവ് ചില നിയമങ്ങൾ എഴുതിയുണ്ടാക്കി, അല്ലെങ്കിൽ പറഞ്ഞു പിടിപ്പിച്ചു. കസ്റ്റം പോലെ അവർ പിന്തുടർന്ന് വന്നു. ഇത്രയും ഡെവലപ്പായിട്ടുള്ള ഇന്റർനെറ്റ് യുഗത്തിൽ, ഈ മോഡേൺ ആയിട്ടുള്ള ഒരു യുഗത്തിൽ, അഭ്യസ്തവിദ്യരായിട്ടുള്ള സമൂഹത്തിൽ പല മതവിഭാഗങ്ങളും മിക്സ് ചെയ്ത് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമവും പൊക്കിപ്പിടിച്ച് അമുസ്ലിങ്ങളെ കണ്ടാൽ കണ്ടെത്തിയെടുത്ത് വെച്ച് പിരടിക്ക് കാച്ചാൻ എന്റെ മതം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാളൊങ്ങിയാ പറ്റുമോ? കുഞ്ഞുമക്കളുടെ തലച്ചോറിലേക്ക് വളരെ ചെറിയ പ്രായം മുതലേ അമുസ്ലിങ്ങൾ ബഹുദൈവ ആരാധകരാണ്, അവരെ വെറുക്കപ്പെടേണ്ടവരാണ് എന്നൊക്കെ വളരെ ചെറിയ പ്രായം മുതലേ ഇഞ്ചക്ട് ചെയ്ത് അവര് വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായി കഴിയുമ്പോൾ അവരുടെ തലച്ചോറിൽ നിന്ന് ആ ഒരു ആശയം മാറുന്നില്ല. അത് അപകടമാണ്. ഈ സത്യം എന്ന് നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ലേ, അവര് തിരിച്ചറിയുന്നു. അതുവരെ മാത്രമേ ഇത് മുന്നോട്ട് പോകൂ. അവര് മറ്റുള്ളവരെ തിരുത്താൻ തയ്യാറാകുകയും വേണം. എന്നാൽ പിന്നെ അവരെ തിരുത്താൻ മറ്റാരും വേണ്ടി വരില്ല. ആ പുസ്തകത്തിൽ 6-ാം നൂറ്റാണ്ടിലെ അള്ളാഹു കോലുവഴിക്ക് ഇറക്കി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ കാലാനുസൃതമായി മാറി വരുന്ന കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള നിയമങ്ങൾ മാറ്റം വരുത്താൻ തയ്യാറാകണം. മറ്റു മനുഷ്യരെക്കാൾ, മറ്റു മതവിഭാഗങ്ങളെക്കാൾ, മറ്റു മതവിശ്വാസികളെക്കാൾ നമ്മൾ എന്തോ മറ്റുള്ളവരെക്കാട്ടിൽ സ്പെഷ്യലാണ് എന്നുള്ള ആ ഒരു ചിന്ത അങ്ങനെ എടുത്തു മാറ്റണം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും മതമില്ലാത്തവർക്കും ഇതര മതവിഭാഗങ്ങൾക്കും ഒരേപോലത്തെ റൈറ്റ്സ് ആണ് എന്ന് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അങ്ങനെ സഹകരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. മരണാനന്തരം മറ്റൊരു ലോകമുണ്ട്, ശരി, നിങ്ങൾ വിശ്വസിച്ചോ, എനിക്കത് വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നത് ഉൾക്കൊള്ളണം. മറ്റൊരു ലോകമുണ്ട്, പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, കള്ളുണ്ട്, പെണ്ണുണ്ട്, ചെറിയ ബാലന്മാരുണ്ട്, കമിഴ്ത്തിക്കിടത്തി പാരച്ചൂട്ടും തരും, എല്ലാം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചോ. അത്തരം ഭോഗചിന്തകളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോ. പക്ഷെ അത് മറ്റുള്ളവർ അത് വിശ്വസിക്കുന്നില്ല എന്ന് കരുതി അവരിലും കൂടി ഇത് കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്കത് വിശ്വസിക്കാനും ഞങ്ങൾക്കത് വിമർശിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് ആദ്യം ഉൾക്കൊള്ളണം. ഇപ്പോ ഒരു പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാകാം അങ്ങനെ ഒരു സ്വർഗത്തെക്കുറിച്ച്. കുറച്ചു കാലമേ ഇവിടെ ജീവിക്കത്തുള്ളൂ, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ പട്ടിയും പൂച്ചയും ഒക്കെ ആയിട്ട് പുനർജന്മമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ വേറെയും ഉണ്ടാകാം. ലോകം മൊത്തം സൃഷ്ടിച്ചത് എന്റെ പടച്ച റബ്ബാണ്, അതുകൊണ്ട് എന്റെ പടച്ചോൻ എന്നെ സൃഷ്ടിച്ചത് എന്തിനാണ്? അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു നാളെ എന്നോട് ചോദ്യം ചോദിക്കുമെന്നൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാം. മറ്റുള്ളവരും വിശ്വസിക്കണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. യഹൂദനെയും ക്രിസ്ത്യാനികളെയും ബഹുദൈവ വിശ്വാസികളെയും ഇതര മതവിഭാഗങ്ങളെയും ഒക്കെ എന്തിനാണ് പിന്നെ അള്ളാഹു സൃഷ്ടിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങളത് ആലോചിച്ചാൽ മതി. അള്ളാഹു വിചാരിച്ചാൽ 1/2 നിമിഷം പോരെ എന്നെ അടക്കം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ. ഇങ്ങനെ ചിന്തിക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും നിങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ പരിതാപകരമാണ് നിങ്ങളുടെ അവസ്ഥ. അള്ളാഹു വിചാരിച്ചാൽ 1/2 നിമിഷം പോരെ ഈ ലോകം മുഴുവനും ഇസ്ലാമാകാൻ. ഈ ലോകത്തുള്ള മതത്തിന്റെ പേരിലുള്ള സകലമാന കൊള്ളരുതായ്മകളും കലാപങ്ങളും യുദ്ധങ്ങളും കൊള്ളയും കൊലയും കലാപം എല്ലാം ഇല്ലാതാക്കാൻ പടച്ചോൻ വിചാരിച്ചാൽ 1/2 നിമിഷം പോരെ. ഇനി ഭാരതത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് ഹിന്ദുക്കളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആ ബഹുദൈവ വിശ്വാസികളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല, അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നു ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ബാങ്ക് മാത്രം ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കണം. നടക്കുന്ന കേസാണോ? മതത്തിന്റെ പേരിൽ ഒരിക്കല് ഭാഗം വാങ്ങി പോയതല്ലേ പാകിസ്ഥാൻ എന്ന രാജ്യം വാങ്ങിച്ച്, എന്നിട്ട് ബാക്കി ഇവിടെ നിന്ന കുറച്ച് മുസ്ലിങ്ങളെ കൂടി കൊണ്ടുപോയി. മറ്റ് മതവിഭാഗങ്ങൾ ശേഷിക്കുന്നവരെങ്കിലും പരസ്പരം ബഹുമാനത്തോടെ രാജ്യസ്നേഹം ഉൾക്കൊണ്ട് അവർ മര്യാദയ്ക്ക് ജീവിക്കുമായിരുന്നല്ലോ. ബാക്കി രാജ്യം കൂടി ഒന്നുകൂടി ഭാഗിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അന്ന് ഭരണകർത്താക്കളൊക്കെ ചെയ്തു വെച്ചു, ശരിയാണ്. പക്ഷേ ഇന്നത്തെ കുറച്ച് ഇമാമുമാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് മതത്തെ വളർത്താൻ വേണ്ടിയിട്ട്, മറ്റ് മതവിഭാഗങ്ങളെ എങ്ങനെ വെറുക്കണമെന്ന് പഠിപ്പിക്കാൻ. നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാമല്ലോ, ലോകം മുഴുവനും ഇസ്ലാമാക്കി അവിടെ മൊത്തവും ശരീഅത്ത് നിയമങ്ങളുടെ കീഴിൽ കൊണ്ടുവന്ന് കാഫിറുകളെ മുഴുവനും കൊന്നൊടുക്കി ലോകം മൊത്തം ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന്
എപ്പോഴും ബാങ്ക് വിളിയും ദിക്റുകളും ഖുർആനുകളും മാത്രം ഇങ്ങനെ പാരായണം ചെയ്യപ്പെടുന്ന ഒരു ലോകം. എന്തുവാടേ? മുസ്ലിങ്ങൾ മാത്രമുള്ളിടത്ത് എവിടെയാ സമാധാനമുള്ളത്? മറ്റ് മതവിഭാഗങ്ങളൊക്കെ ഉള്ളപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ പരസ്പരം ബഹുമാനത്തോടെ കൊടുത്തും പങ്കുവെച്ചുമൊക്കെ ജീവിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു മുമ്പ്. കുറെ സംഘടനകളുടെ അതിപ്രസരം, കുറെ തീവ്രമായിട്ടുള്ള വിശ്വാസികളുടെ അതിപ്രസരം, ഇതൊക്കെ വന്നപ്പോൾ അമുസ്ലിങ്ങളെ എങ്ങനെ വെറുക്കണമെന്ന് പഠിപ്പിച്ചു. അമുസ്ലിം ഡോക്ടറുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുതെന്ന് പഠിപ്പിച്ചു. മുസ്ലിം ഡോക്ടർമാരെ മാത്രമേ ചികിത്സിക്കാവൂ എന്ന് പഠിപ്പിച്ചു. മുസ്ലിം ഡോക്ടർമാരെ മുസ്ലിങ്ങളെ മാത്രമേ ചികിത്സിക്കാവൂ, കാഫിറുകളെ ചികിത്സിക്കരുത്. കാഫിറായിട്ടുള്ള ഡോക്ടറെ അടുത്ത് മുസ്ലിങ്ങൾ ചികിത്സയ്ക്ക് പോകരുത്. മുസ്ലിങ്ങളുടെ ഭക്ഷണം അമുസ്ലിങ്ങൾക്ക് കൊടുക്കരുത്. അമുസ്ലിങ്ങളുടെ ഭക്ഷണം മുസ്ലിങ്ങൾ കഴിക്കരുത്. എന്തുവാടേ ഇതൊക്കെ? എന്നിട്ട് ഇസ്ലാം ഫോബിയാണെന്ന് പോലും. ഇസ്ലാം ഫിയർ ആണ്. അടിമുടി ഇസ്ലാം ഭയപ്പെടേണ്ടുന്ന സംഗതി തന്നെയാണ്. ഇസ്ലാമോഫോബിയ എന്ന് മുസ്ലിം തീവ്രവാദികൾ തന്ത്രപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു പദപ്രയോഗമാണ്. ഭാരതത്തിൽ ഉൾപ്പെടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കറിയാം ഇസ്ലാം മത ഭീകരവാദികളുടെ ആശയങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ നഖശിഖാന്തം എതിർക്കുന്നത്. മുസ്ലിം സമുദായത്തെ മുഴുവനും എതിർക്കുന്നില്ല, പക്ഷെ അവരെ എതിർക്കാത്ത മുസ്ലിം സമുദായത്തെ കുറിച്ച് നമ്മൾ കുറ്റം പറയും. കാരണം ഈ തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങൾ കാരണം, ഈ ഭീകരന്മാരായിട്ടുള്ള മുസ്ലിങ്ങൾ കാരണം, നമ്മളെ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൊല്ലാൻ ശ്രമിക്കുന്ന മുസ്ലിങ്ങൾ കാരണം, സാധാരണ ലെവലിലെ ഈ രാജ്യത്തിന്റെ നിയമത്തിനകത്ത് നിന്നിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിങ്ങൾക്ക് കൂടി ഇത് തലവേദനയാണ് എന്നത് ആര് പറയണം? നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ പറയാൻ തയ്യാറാകണം. ഗ്രീക്ക് പദമാണ് ഫോബിക്. ഇംഗ്ലീഷിൽ പ്രയോഗിക്കുമ്പോൾ അകാരണമായ ഭയം. കാരണം ഭയപ്പെടേണ്ട കാര്യമില്ല. ലോകം മുഴുവനും പൊതുസമൂഹം അവരുടെ ജീവനും സ്വത്തിനും സമാധാനപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിനുമൊക്കെ ഭീഷണിയായി മാറുന്ന ഈ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര പുസ്തകത്തിൽ എഴുതിയ നിയമങ്ങൾ ലോകത്തിന് ഭീഷണിയാണ്. അത് ചങ്കൂറ്റത്തോടുകൂടി തന്നെ തുറന്നു പറയും. ആ പുസ്തകം, ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം അങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം, അത് റെഡ്യൂസ് ചെയ്യാതെ പരിഷ്കരിക്കാതെ, അത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാതെ ആ ഗ്രന്ഥം അങ്ങനെ തന്നെ നിലനിൽക്കുന്നിടത്തോളം കാലം തീവ്രവാദികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഭീകരവാദം ഉണ്ടാകും, ഭീകരവാദാക്രമണങ്ങൾ ഉണ്ടാകും, സ്ഫോടനങ്ങൾ ഉണ്ടാകും, യുദ്ധങ്ങൾ ഉണ്ടാകും, കലാപങ്ങൾ ഉണ്ടാകും, അമുസ്ലിങ്ങളുടെ കൂട്ടക്കുരുതികൾ ഉണ്ടാകും. ബംഗ്ലാദേശ് ആവർത്തിക്കും, നൈജീരിയ ഉണ്ടാകും, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഉണ്ടാകും. തീവ്രവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ, എന്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയുമ്പോൾ, നിങ്ങൾ എന്നെ വർഗീയവാദിയാക്കുന്നു, ആക്കിക്കോ, എനിക്കൊരു വർഗത്തോടും വാദമില്ല. ഇനിയും നിങ്ങൾ ഈ തട്ടിപ്പ് പദപ്രയോഗവുമായിട്ട് വരരുത്. ആളുകൾക്കൊക്കെ മനസ്സിലാകണം ഇവരെന്താണ്, എന്തുകൊണ്ടാണ് ഇവരെ എതിർക്കുന്നത്. നമ്മൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ്. കാരണം എല്ലാ രാജ്യങ്ങളും ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ മാറ്റി നിർത്തിയപ്പോൾ കേരളത്തിൽ മലപ്പുറത്തിന്റെ മണ്ണിലാണ് ഖാലിദ് മിഷേൽ എന്ന് പറയുന്ന ഹമാസിന്റെ കൊടും ഭീകരനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. ഹമാസിന്റെ ആളുകൾക്ക് വേണ്ടി, ഗാസയ്ക്ക് വേണ്ടി ഇവരിവിടെ കിടന്ന് നിലവിളിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു ആ യുദ്ധം തുടങ്ങിയത് എന്നിവർക്ക് അറിയാത്തത് കൊണ്ടല്ല. ഒക്ടോബർ 7-ാം തീയതിയുള്ള 1400 പേരെ ഹമാസുകാർ കൂട്ടക്കൊല ചെയ്തത് അറിയാത്തത് കൊണ്ടല്ല. അത് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയാണ് ചെയ്തത് എന്നറിയാത്തത് കൊണ്ടല്ല. ആ കൊല്ലപ്പെട്ടതൊക്കെ ജൂതന്മാരാണ് എന്നറിയാത്തത് കൊണ്ടല്ല. ആ പീഡിപ്പിക്കപ്പെട്ടത് ജൂത വിഭാഗമാണ് എന്നറിയാത്തത് കൊണ്ടല്ല. മറിച്ച് മുസ്ലിങ്ങളെ ഇങ്ങനെ തഴുകിക്കൊണ്ടേയിരിക്കണം. അത് ഇവരുടെ കുറ്റമല്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. മുസ്ലിങ്ങൾ മുഴുവനും പരസ്പരം സഹോദരങ്ങളാണ്. അത് അവരിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനതയുണ്ടായാൽ മറ്റേ മുസ്ലിം മറച്ചു വെക്കണം, അതെടുത്ത് പുറത്ത് കാണിക്കണ്ട. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കുറവുകൾ പരലോകത്ത് മറച്ചു വെക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കേട്ടോ? അപ്പോ ഇറാന് വേണ്ടി സംസാരിക്കുന്ന, ഇനി പാളയം ഇമാമായിരുന്നാലും അലിയാർ കാസിമി ആയിരുന്നാലും മുജാഹിദ് ബാലുശ്ശേരി ആയിരുന്നാലും, ഇവരൊക്കെ കൂടി ഇറാന്റെ ഈ ഭീകരതയെ അംഗീകരിക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഭീകരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. യുദ്ധം അവസാനിപ്പിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഇസ്രായേൽ എന്ന ഒരു രാജ്യത്തെ പൂർണ്ണമായും തകർക്കുന്നതിന് വേണ്ടി ഡൂംസ്ഡേ എന്നൊരു ക്ലോക്കും ഉണ്ടാക്കി പിന്നോട്ടോടുന്ന ക്ലോക്ക്. ഇനി ഇസ്രായേലിന് ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര ദിവസം, ഇത്ര ആഴ്ച, ഇത്ര മണിക്കൂർ മാത്രം കാലാവധി എന്ന് പറഞ്ഞൊരു രാജ്യത്തെ മുഴുവനും തകർക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് ആണവായുധവും കൂടി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ രാജ്യം നോക്കി നിൽക്കണോ? കൗണ്ട് ഡൗൺ ക്ലോക്ക് കണ്ടിട്ട് മിണ്ടാതിരിക്കണോ? ഇസ്രായേൽ എന്ന രാജ്യത്തെ ഇല്ലാതാക്കും, ജൂതന്മാരെ മുഴുവനും ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് ഇവര് പ്രത്യക്ഷമായി തന്നെ ഇത് പ്രഖ്യാപിച്ചിട്ട് ആണവായുധം ഉണ്ടാക്കുമ്പോൾ
ഇസ്രായേൽ എന്ന രാജ്യം എന്ത് ചെയ്യണം? എന്നാ പിന്നെ അവർ തകർത്തോട്ടെ എന്ന് കയറി കൊടുക്കണോ? അതിന് ഇസ്രായേൽ ഗാന്ധി ഭരിക്കുന്ന രാജ്യമല്ലല്ലോ, ഗാന്ധിയൻ സിദ്ധാന്തം പിൻപറ്റുന്ന രാജ്യമല്ലല്ലോ ഇസ്രായേൽ. അടിച്ചാൽ തിരിച്ചടിക്കണം, തിരിച്ചടി അടിയായിരിക്കണം. പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ നരേന്ദ്രമോദി യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടിയല്ലേ അവിടെ സ്വീകരിച്ചത്? എന്തുകൊണ്ടാണ് ഇനിയും ഒരിക്കൽ കൂടി ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ വാളൊങ്ങാൻ അവർ തയ്യാറെടുക്കരുത്, അവരതിന് സജ്ജരാകരുത്, അതിന് ധൈര്യം കാണിക്കരുത്. ഇന്ത്യയെ ആക്രമിക്കാൻ അവർ ചിന്തിക്കുക പോലും ചെയ്യരുത്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ 1, 2, ഓപ്പറേഷൻ മഹാദേവ് 1 ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യ മഹാരാജ്യം പാകിസ്ഥാൻ ഈ രാജ്യത്തെ തകർക്കാനോ യുദ്ധത്തിന് തയ്യാറാകുകയോ ചെയ്യുന്നു എന്നറിഞ്ഞാൽ ഉടനെ തന്നെ അങ്ങോട്ട് തിരിച്ചടിക്കുന്നത് പോലെ ഇസ്രായേൽ എന്ന രാജ്യത്തിനും തിരിച്ചടിക്കാൻ റൈറ്റ്സ് ഉണ്ട്. അമേരിക്കയ്ക്കും ഇവരെ നിലയ്ക്ക് നിർത്താൻ റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇസ്രായേൽ മാത്രം അനുഭവിച്ചോണം, ഇറാൻ മാത്രം കൊടുത്തോണം. ഇപ്പൊ തന്നെ ഹോർമൂസ് കടലിടുക്ക് അത് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ 48 മണിക്കൂറാണല്ലോ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, അത് തീരാനായിട്ടുണ്ട്. വലുതെന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ട് ചെയ്യാൻ, സംശയമൊന്നുമില്ല. മൂപ്പരൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് വന്നാലും അത് മാറ്റാനും പറ്റില്ല. അങ്ങനെ ആകണമെങ്കിൽ ഇറാൻ തിരിച്ചു പറഞ്ഞ എന്താ, ഗൾഫ് രാജ്യങ്ങളുടെ മൊത്തം വെള്ളം കൂടി മുട്ടിക്കുമെന്ന്, അവരുടെ ഊർജ പ്രതിസന്ധി രൂക്ഷമാക്കുമെന്നാ പറഞ്ഞത്, അറേബ്യൻ രാജ്യങ്ങളെയൊക്കെ കടന്നാക്രമിക്കുമെന്നാ പറഞ്ഞത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങളാണോ തേടിയത്? അല്ല. അപ്പോ ഇസ്രായേലിനെ ചൊറിയുന്നതിന് മുമ്പ് ഇസ്രായേലിനെ ചൊറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഓർത്തു വച്ചിട്ട് വേണം ചൊറിയാൻ. അത്രയും സിമ്പിളാണ് കാര്യം.